കാരണം ഈ തുളസിയില ഇത് കുറച്ച് ശർക്കര, നല്ല അടിപൊളി ശർക്കര. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് പാല് ഇത്രയും വെച്ചിട്ട് നമുക്കൊരു നല്ല അടിപൊളി സാധനം ഉണ്ടാക്കാം. സാധനം എന്ന് വെച്ചാൽ എന്തെന്നല്ലേ, ശരീരത്ത് തേച്ച് കുളിക്കാൻ. അതൊന്ന് ഉരുകി വരട്ടെ. നമ്മൾ കൃഷ്ണ തുളസിയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. സൂപ്പറാണ് കേട്ടോ. അതിങ്ങനെ ഒരു കൂട്ടുണ്ടാക്കി ശരീരത്തെ തേച്ച് കുളിക്കണം. നമ്മൾ ഒരു മരുന്നും വാങ്ങിക്കാൻ നടക്കണ്ട. ത്വക്ക് രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. എപ്പോഴും പോയെന്ന് ചോദിച്ചാൽ മതി. ത്വക്ക് രോഗങ്ങൾ പമ്പ കിടക്കും. പമ്പ കിടക്കും എന്ന് പറഞ്ഞുള്ള വാക്ക് കേട്ടിട്ടില്ലേ? പമ്പ കിടക്കും. ത്വക്ക് രോഗങ്ങളെല്ലാം പമ്പ കിടക്കും. ഓക്കെ, ഇതൊന്ന് ഉരുക്കി വരട്ടെ. നമുക്കിതിൽ നല്ല അടിപൊളി പശുവും പാലും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആട്ടിൻപാൽ കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടാ. എനിക്ക് നേരത്തെയൊക്കെ 27 ആടും അതിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മതിയാക്കിയെന്നേ. ഇനി അതൊന്നും പറ്റില്ല കേട്ടാ. അതുകൊണ്ട് ഇനിയിപ്പോൾ പറ്റണ കാര്യങ്ങൾ ചെയ്യാം. പശുപാല് വാങ്ങിച്ച്. ഓക്കെ, അടിപൊളിയാണ്. ത്വക്ക് രോഗങ്ങളെല്ലാം മാറി കിട്ടും. എന്ത് സൂപ്പറല്ലേ, നല്ല മണമുണ്ട്. ഇത് മണമൊക്കെ അടിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നേ. അപ്പോൾ ഇനി നമുക്ക് പാൽ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു മണം കണ്ട, അടിപൊളി മണം. ഒരു വെറൈറ്റി മണമാണ്. ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. അതുമല്ല ഈ ചൂട് സമയത്ത്, ഈ വേനൽക്കാലത്ത് നമുക്ക് ഇതുപോലൊരു കൂട്ടുണ്ടാക്കി എല്ലാവരും ഒന്ന് തേച്ച് കുളിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അടിപൊളിയാണ്.